ദില്ലിയിലും വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ. ദില്ലി മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും വിഷ്ണു തലവൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ഒരു വിഷുദിനത്തിൽ. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുകയാണ്. എങ്ങനെയുണ്ട് ദില്ലിയിലെ വിഷു കാഴ്ചകൾ? സിന്ധുരി, ആദ്യം തന്നെ വിഷു ആശംസകൾ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ നമുക്ക് വലിയ ഒരു തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ തന്നെ അമ്പലത്തിലേക്ക് എത്താൻ വിഷുക്കണി കാണാനൊക്കെ തന്നെ നിരവധി മലയാളികൾ, ദില്ലിയിലെ മലയാളികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വലിയ തലത്തിൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അമ്പലത്തിൻ്റെ പുറത്തൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ആളുകൾ വലിയ ക്യൂ നിന്നാണ് ക്ഷേത്ര ദർശനം നടത്താൻ വലിയ തരത്തിൽ ക്യൂ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ദില്ലിയിലെ മലയാളികളൊക്കെ തന്നെ ഒരു വിഷുവിനെ തൊഴാനൊക്കെ തന്നെ നിരവധി ആളുകൾ, ദില്ലിയിലെ എല്ലാ മലയാളികളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഭക്തരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ? തിരക്ക് പതിവ് പോലെ നല്ല തിരക്കാണ് ഈ വർഷം. നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, എന്താ പറയുക, സമയത്രേ ആയിട്ടുള്ളൂ. ഇനി ഒരു 11 മണി വരെ നല്ല തിരക്കായിരിക്കും. ഇപ്പം അമ്പലത്തിന് പുറത്ത് റോഡിലൊക്കെ വലിയ തരത്തിലൊരു ക്യൂ ആണ്. ഇതൊക്കെ ഒരു നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ക്യൂ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വളരെ ആർക്കും യാതൊരു തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ സുഖമായിട്ട് ഭഗവാനെ തൊഴുത് പോകത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം സുന്ദരി, ഈ ഒരു തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിനകത്തേക്ക് പുറത്തേക്ക് റോഡിലൊക്കെ തന്നെ വലിയ തരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതൊക്കെ നിയന്ത്രിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. സിന്ധുരി.